സ്നേഹബന്ധം ഉണ്ടായിരുന്നു സഹോദര, കൂടപ്പുറപ്പുകൾ. ഇന്ന് ഒരു മതിലിന് അക്കരെ ഇക്കരെ ഒരു വീടിന്റെ അകത്ത് യുദ്ധം നടക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ശത്രു ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നോട് ഏറ്റവും വലിയ അസൂയ എന്റെ അയൽവാസിക്കാണെന്നാണ്. അങ്ങനെ നമ്മൾ കരുതിയിരിക്കണേ. അല്ല, ഏറ്റവും കൂടുതൽ അസൂയ ആർക്കാ? അയൽവാസിക്കല്ല. അയൽവാസിക്കല്ല നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത് നമ്മുടെ കൂടപ്പുറപ്പിനാ. പിന്നെ നാട്ടുകാർക്ക് തോന്നും. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. സൂറത്ത് യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. യൂസുഫ് നബി അലിഹിസ്സലാം വാപ്പാടെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പാ, ഞാനൊരു സ്വപ്നം കണ്ടേട്ടാ. എനിക്കിങ്ങനെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബി അലിഹിസ്സലാം മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ, നീ ആരോടും പറയണ്ട, കാക്കാമാരോടൊന്നും പോയി പറയണ്ടട്ടാ, നിന്റെ സഹോദരങ്ങളോടൊന്നും പോയി നീ പറഞ്ഞു കൊടുക്കണ്ട. യൂസുഫ് നബി അലിഹിസ്സലാം കുട്ടിയാ പോയി പറഞ്ഞു കൊടുത്തു. അവസാനം ഉണ്ടായത് എന്തേ? പൊട്ടക്കണത്തിലിട്ടിട്ട് കൊല്ലാൻ നോക്കിയത് ആ കൂടപ്പുറപ്പുകളായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏറ്റവും കൂടുതലല്ലേ, അവന് മാത്രം എങ്ങനായി, ഞാൻ ഇങ്ങനായ, ഓന് അറബി എത്തിങ്കാനയിലാക്കിയതാ, അവൻ കൈയിട്ട് വാരിയതാ. എന്തിനപ്പ? അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. എന്നെക്കാളും വലിയ വീട് അവന്, അവനെക്കാളും വലിയ വീട്. എത്രയൊക്കെ ആണെങ്കിലും, എത്ര വലിയ വീട് വെച്ചാലും കുടുംബ വീട്ടിൽ കിടന്നാൽ കിട്ടുന്ന ഒരു സുഖം വേറെ എങ്ങും കിട്ടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യല്ലേ? അതാണ്, കുടുംബ വീട്ടിൽ പോയി ഒന്ന് കടന്നാൽ മതി. എന്ത് ബർക്കത്തെന്നറിയോ? ആ ബർക്കത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താ? നിന്റെ അത്തായ അമ്മയോടുള്ളത് കൊണ്ടാ. ആ പ്രായമുള്ളവർ ആ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ആ വീട്ടിൽ ബർക്കത്തുള്ളത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം എന്തുണ്ടാകും? സ്നേഹബന്ധം ഉണ്ടാകും. കൂടപ്പുറപ്പുകൾ തമ്മില്, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം. ഇന്ന് അള്ളാഹുവേ പടച്ചവനെ, ഇന്ന് ഭർത്താവ് തന്നെ പാത്രത്തിൽ ഭാര്യ കൈവെക്കോ? നിങ്ങൾ ഇന്നൊന്ന് പോയി നോക്കണം. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ വയല് കേൾക്കണ, ഓരോ ലൈവ് കേൾക്കണ ഓരോ ഭർത്താവും, ഓരോ ഉമ്മയും നിങ്ങളും ചിന്തിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ നീ കഴിച്ച പാത്രത്തിൽ ഒത്തിരി ചോറ് വെച്ചിട്ട് ആമിനാക്കി കൊടുത്തു നോക്ക്. ആമിനെ പതുക്കെ എടുത്തുകൊണ്ട് പോയി തട്ടാൻ. എന്തിന്? നമ്മുടെ ഉമ്മ, അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ ഇങ്ങനെ പണ്ട് ഒരു ചെറിയ ഒരു കലത്തിനകത്തങ്ങിട്ടിട്ട് കുലുക്കും, ഇങ്ങനെ കൈയിട്ടങ്ങിട്ട് കുഴയ്ക്കും. സാമ്പാറും തൈരും എല്ലാം കൂടെ ഒരു സിമെന്റ് കുഴക്കണ പോലെ, ഇപ്പം മിസ്സിയും കുഴക്കണ പോലെ ഉമ്മ അങ്ങോട്ട് കൈയിട്ടൊരു കുഴ കുഴച്ചിട്ട് ഇങ്ങോട്ട് വാരിയിട്ട് വേണോടാ, വേണം, അള്ളാഹു ഓടിച്ചെല്ലും വാരി തിന്നാൻ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകാം. ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ചോറിടാൻ നേരത്ത് അൻസാരി അണ്ണൻ ചോറിൻ്റെ അകത്തോട്ട് കൈയിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. എല്ലാം അങ്ങോട്ട് കുഴച്ചിട്ട്, അൻസാരി അണ്ണന് മോനാ മോളാ ഉള്ളേ? ആ, മോൻ. എത്ര വയസ്സുണ്ട്? 22. പോട്ടെ, വീട്ടിൽ പോയിട്ട് 22 വേണ്ട, ഒരു 5ഓ 6ഓ വയസ്സുള്ള മുഖന്റെ വെച്ചിട്ട് ഇങ്ങനെ ചോറങ്ങോട്ട് കുഴിച്ചിട്ട്, വാടാ മോനെ വാരിത്തരാം, വാപ്പ തിന്നോളെ, വാപ്പ തിന്നാം. കാരണം അത് വേസ്റ്റാ. ഒരാൾ തിന്നതിന്റെ ബാക്കി തിന്നാൻ പാടില്ലല്ലോ. അവൻ എങ്ങനെയാ വാപ്പ പഠിപ്പിച്ച് വെച്ചിരിക്കണം? പിന്നെ എങ്ങനെ നേരെയാവാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ആ വീടിന്റെ അകത്ത് മനസ്സുകൾ തമ്മിലൊരു ബന്ധമുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. 3, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് നൽകുകയാണ്. 2 മനസ്സുകളെ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാവുകയാണ്. 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുത കൊടുക്കൂല. ആ വീട്ടുകാരുടെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുത കൊടുക്കൂല. പടച്ചവനെ, ഇന്നില്ലാതെ പോയതും അത് തന്നെയാണ്. ഏറ്റവും വലിയ ശത്രു നാട്ടതാ സ്വന്തം കൂടപ്പിറപ്പാട്. മരിച്ചാലും കേറില്ലടാ, മരിച്ചാലും നീ എന്റെ വീടിന്റെ അകത്ത് കേറാൻ പാടില്ല എന്ന് കൂടപ്പിറപ്പുകൾ പറയുമ്പോ, ഒരേ വീടിന്റെ അകത്ത് തന്നെ 2 ഭക്ഷണം വെക്കുന്ന അവസ്ഥ, 2 അടുക്കള വെക്കുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാ അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന പ്രതിഫലം 1, അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുകയാണ്. 2 മനസ്സുകൾ തമ്മിൽ സ്നേഹബന്ധം കൊടുക്കുകയാണ്. 3, ആ വീടിന്റെ അകത്ത് നിന്ന് ശത്രുത അല്ലാഹു മാറ്റുകയാ. 4, ഇബ്ലീസ് അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഇബ്ലീസിനാ
വീടിന്റെ അകത്ത് സ്ഥാനമില്ല. ഇബ്ലീസിനും തന്റെ മക്കൾക്കും കൈയിട്ട് കടിക്കാനുള്ള അവസരമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലും അവർ ഒരുമിച്ച. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, അവിടെ നിന്ന് സമാധാനമായി. ഏത് വേദനയും എത്ര വലിയ പ്രയാസവും ഭാര്യയൊന്ന് തലയിൽ കൈവച്ചിട്ട് പോട്ടയിക്ക ഞാനുണ്ടല്ലോ എന്ന ഒരൊറ്റ വാക്ക് മതി മോനെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. രണ്ട്, സ്വാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അടയാളം എന്താ? റസൂലുള്ള പറയുകയാണ്, വൈദാ അമറഹാ, ഭർത്താവ് ഏതെങ്കിലും ഒരു കാര്യം തന്റെ ഭാര്യയോട് കൽപ്പിച്ചാൽ, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, മതിയെന്ന് പറഞ്ഞാൽ മതി. തന്റെ ഭർത്താവ് ഒരു നല്ല കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ എന്റെ ഭർത്താവാണല്ലോ, എന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റാരെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാറ് അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ഓർമ്മപ്പെടുത്തിയെങ്കിൽ, തന്റെ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഭാര്യ എവിടെ പോയാലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകില്ല. വീടിന് പുറത്തിറങ്ങണോ, തന്റെ ഭർത്താവിന്റെ പൊരുത്തം അത് 15 വയസ്സുള്ള 20 വയസ്സുള്ള ഭാര്യയാണെങ്കിലും 55 വയസ്സുള്ള ഭാര്യയാണെങ്കിലും അല്ലാഹുവേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീടിന്റെ വെളിയിലിറങ്ങില്ല, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങൂല, ഭർത്താവിന്റെ മുന്നിൽ കയർത്തു സംസാരിക്കില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടില്ല. പടച്ചവനെ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, അങ്ങനെ ഒരു ഗുണം നിന്റെ ഭാര്യക്കുണ്ടോ? അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.